നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഒന്നല്ല 3 അപൂർവ രാജയോഗങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുകയാണ്. ജ്യോതിഷത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് ഗ്രഹങ്ങളുടെ രാശിമാറ്റം. ഗ്രഹങ്ങൾ രാശി മാറുമ്പോഴാണ് ഓരോ യോഗങ്ങൾ രൂപപ്പെടുന്നത്. അപൂർവ രാജയോഗങ്ങളും ഉണ്ടാകുന്നതാണ്. ജ്യോതിഷത്തിൽ ശനിയുടെ രാശിമാറ്റം ഏറെ പ്രധാനപ്പെട്ടതാണ്. ശനി രാശി മാറുമ്പോൾ അത് എല്ലാ രാശിക്കാരിലും മാറ്റം കൊണ്ടെത്തിക്കും. എന്നാൽ ചില രാശിക്കാർക്ക് പ്രത്യേക നേട്ടമുണ്ടാകും. ശനിയുടെ രാശിമാറ്റം ത്രികോണ രാജയോഗം രൂപപ്പെടുമെന്ന് പറയപ്പെടുന്നു. അത് അഭിവൃദ്ധി, അവരുടെ ഉദ്യമങ്ങളിൽ വിജയം, ചിലർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ, ലോട്ടറി ഭാഗ്യം, ഇതൊക്കെ സംഭവിക്കും. നമുക്ക് ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും സമ്പൽ സമൃദ്ധിയിലേക്കും പോകുന്ന നക്ഷത്രജാതകരെ കുറിച്ചറിയാം. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മേടൻ രാശിയിലെ അശ്വതി നക്ഷത്രമാണ്. അശ്വതിക്ക് പുറമേ മേടൻ രാശിക്കാരായ ഭരണി, കാർത്തിക എന്നീ നക്ഷത്രജാതകർക്കും വളരെയേറെ അഭിവൃദ്ധിയാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. ഇവരുടെ ആഗ്രഹങ്ങൾ, ഈ ആഗ്രഹങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു സമയത്ത് നടന്നു കിട്ടും. പുതിയ വരുമാന സ്രോതസ്സുകൾ ഉയർന്നു വരുന്നു. തൊഴിൽ രംഗത്ത് നേട്ടങ്ങളുടെ സമയമാണ്. എല്ലാ രീതിയിലും അഭിവൃദ്ധി വന്നു ചേരും, എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും. ആഗ്രഹ സാഫല്യങ്ങളുടെ സമയമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് വലിയ വലിയ രാജയോഗങ്ങൾ നൽകുന്നു. ഇവരുടെ ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് സമ്പൽ സമൃദ്ധി ഈ നക്ഷത്ര ജാതകർക്ക് നൽകുന്നു. അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന, ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന അടുത്ത നക്ഷത്രം കുംഭരാശിക്കാരാണ്. അവിട്ടം, ചതയം, പൊരുരുട്ടാതി ഈ നക്ഷത്ര ജാതകർക്ക് വലിയ വലിയ സൗഭാഗ്യങ്ങളാണ്, വലിയ വലിയ നേട്ടങ്ങളാണ് വന്നു ചേരുക. ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. കുംഭക്കൂറുകാർക്ക് ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും കുംഭക്കൂറുകാർ എത്തും. ഇവരെ സംബന്ധിച്ച് അവിട്ടത്തിനും ചതയത്തിനും പൊരുരുട്ടാതിക്കും ലഗ്നത്തിൽ ശനി, 2-ൽ രാഹു, 4-ൽ വ്യാഴം, 5-ൽ കുജൻ, 7-ൽ ബുധൻ, അഷ്ടമത്തിൽ ആദിത്യൻ, ശുക്രൻ, കേതു, ഇതാണ് ഇവരുടെ ഗ്രഹനില. ഇതുവരെ വലിയ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കും. ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവരെ കൊണ്ടെത്തിക്കും. ഇനി ഇവരുടെ നല്ല നാളുകൾ തന്നെയാണ്. ഇതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ 2 രാശിക്കാർക്കും, കുംഭരാശിക്കാർക്കും മേടരാശിക്കാർക്കും ലോട്ടറി ഭാഗ്യം വരെ അടിച്ചേക്കാം. അതായത് ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിയുന്നു, ഇവർക്ക് അതീവ സമ്പൽ സമൃദ്ധി വന്നു ചേരുന്നു, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ തീർന്ന് ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഏതെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നവരാണ് ഇവരെങ്കിൽ ആ കാര്യത്തിലൊക്കെ വിജയം കരസ്ഥമാക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. അതുപോലെ തന്നെ ഇവരുടെ വീട്ടിൽ കുരുമുളക് ദീപം കത്തിക്കുന്നത് നന്നായിരിക്കും. കുരുമുളക് ദീപം കത്തിക്കേണ്ടത് ഒരു വെറ്റില എടുക്കുക, അതിലേക്ക് ശകലം പച്ചരി ഇടുക. പച്ചരി ഇട്ടതിന് ശേഷം ഒരു ചിരാതിൽ നല്ലെണ്ണ ഒഴിച്ച് തിരി തെളിയിച്ച് പ്രാർത്ഥന നടത്തുക. അതായത് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറണം, സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടണം, ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരണം എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട്, തൻ്റെ സങ്കടങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ വിളക്ക് കത്തിക്കുന്ന റൂമിൽ, പൂജാമുറിയിൽ ഇത് ചെയ്താൽ തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക്, കുംഭരാശിക്കാർക്കും മേടരാശിക്കാർക്കും രക്ഷപ്പെടുവാൻ സാധിക്കും. എല്ലാ പ്രതിസന്ധികളെയും പെട്ടെന്ന് അതിജീവിച്ച് ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ച, ദുരിത ദുഃഖങ്ങൾ അനുഭവിച്ച, സങ്കടങ്ങൾ ഒരുപാട് അനുഭവിച്ച ഇവർക്ക് ഏറ്റവും പെട്ടെന്ന്
വലിയ നേട്ടങ്ങൾ വന്നു ചേരും. ഇനി ഇവരുടെ ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ്. അതീവ സമ്പൽ സമൃദ്ധിയുടെ നാളുകൾ തന്നെയാണ്. കാത്തിരുന്ന സൗഭാഗ്യം ലഭിക്കുന്ന സമയമാണ്. ഏതായാലും ഈ നക്ഷത്ര ജാതക ക്ഷേത്ര ദർശനമൊക്കെ നടത്തി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് കുതിക്കുവാൻ കഴിയും. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കുംഭൻ രാശിക്കാർക്കും മേടരാശിക്കാർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മ മഹാമായിയുടെ പൊന്നു തമ്പുരാട്ടിയുടെ തുണ നിങ്ങൾക്കുണ്ടാകും. എല്ലാവിധ പ്രാർത്ഥനയും നിങ്ങൾക്കൊപ്പമുണ്ടാകും. ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും.